ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടുന്ന പാഠം 11ാമത്തെ പാഠമാണ്. ഖണ്ഡിച്ച് വിചാരണ ചെയ്തു. മാർക്കോസിൻ്റെ സുവിശേഷം 14ാം അധ്യായം മുതൽ 16ാം അധ്യായം വരെയുള്ള, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ വിവരണത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. അതിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്യുന്നു. ഗെത്സമനിലെ അനുഭവമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടു പോകുന്നു, ശിഷ്യന്മാർ തള്ളിപ്പറയുന്നു. ഇങ്ങനെയുള്ള കഷ്ട അനുഭവത്തിൻ്റെ വിവരണങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും ഈ പാഠഭാഗത്തിലേക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച ഭാഗം പറയുന്നത് മറക്കുവാനാവാത്തത്. ഇവിടെ രണ്ട് സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വിഭാഗം കൊല്ലുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമ്പോൾ, അതിന് തക്കം പാർത്തിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു വിഭാഗം മത നേതാക്കന്മാരും മറ്റ് ശാസ്ത്രിമാരും അടക്കമുള്ള ആൾക്കാർ കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി തക്കം പാർത്തിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീ പരസ്യമായി ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ആ ചരിത്ര സംഭവം നമുക്കറിയാവുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദങ്ങളെ അവളുടെ സുഗന്ധ തൈലം കൊണ്ട് തഴുകി അവരെന്ത് ചെയ്തു? തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരുന്ന കൂടെയുള്ളവർ അതിനൊരു വിലയിട്ടു. ഏകദേശം അത് വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 300 വെള്ളി നാണയങ്ങൾക്കധികം കിട്ടും. അത് കൊണ്ടുചെന്ന് സാധുക്കളായ മനുഷ്യർക്ക് കൊടുക്കാമല്ലോ എന്നവർ ആശങ്കപ്പെടുന്നു, അവർ സംസാരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവിടെ ആ സ്ത്രീയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കവചമൊരുക്കുന്നു. സാധുക്കൾ നിങ്ങളോട് എപ്പോഴും ഉണ്ടല്ലോ എന്നു പറഞ്ഞു. മാത്രവുമല്ല, കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർത്തു. ഈ ലോകത്ത് സുവിശേഷം അറിയിക്കുന്ന കാലത്തോളം ആ സ്ത്രീയെയും കുറിച്ച് സംസാരിക്കും എന്ന് പറയുന്നു. ആ സ്ത്രീയുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയുടെ മൂല്യം, അല്ലെങ്കിൽ കൊണ്ടുവന്ന സാധനത്തിൻ്റെ മൂല്യം അവിടെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നടന്നിരുന്നതായ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയും കൂടി എടുത്ത് കാണിക്കുന്നു. ഒരു വശത്ത് ഈ സ്ത്രീയുടെ പ്രവൃത്തിയെ കാണിക്കുമ്പോൾ, അതേ അധ്യായത്തിൽ മറുവശത്ത് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നടക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനായി ഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെ തള്ളിപ്പറഞ്ഞു എന്നും കൂടെ അവിടെ വിവരിക്കുന്നുണ്ട്. യൂദ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു. ആ സ്ത്രീയുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ യൂദയുടെ പേര് 12 ശിഷ്യന്മാരിൽ ഒരാളായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദ മത നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ മത നേതാക്കന്മാർ നിനക്ക് ഞാൻ പണം തരാം എന്ന് പറഞ്ഞു. മാർക്കോസിന്റെ സുവിശേഷം അങ്ങനെയാണ് പറയുന്നത്, പണം തരാം. അത് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടില്ല, പണം മാത്രമല്ല. എന്നാൽ ഈ സ്ത്രീയുടെ കൊണ്ടുവന്ന സാധനത്തിൻ്റെ മൂല്യം അവിടെ തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഇവിടെ വൈരുദ്ധ്യങ്ങൾ കാണുന്നു. ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ, അതേ ദൈവത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വേറൊരു സംഘത്തോടൊപ്പം ദൈവത്തിൻ്റെ കൂടെ നടന്നതായ ദൈവത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ അവരുടെ ഭാഗമായി മാറുന്നു. ആ സ്ത്രീയുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത ആ മനുഷ്യൻ്റെ പേര് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സ്ത്രീ കൊണ്ടുവന്ന സാധനത്തിൻ്റെ മൂല്യം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ യൂദായ്ക്ക് കൊടുത്ത പണം ഒരു വാഗ്ദാനമാണ്. അത് എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു യൂദായെക്കുറിച്ച് പിന്നീടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത്, ഈ സുവിശേഷം പ്രസംഗിക്കുന്ന കാലത്തോളം ആ സ്ത്രീയെയും കുറിച്ച് എന്ത് ചെയ്യും? പ്രസംഗിക്കപ്പെടും. അപ്പം ഒരേ വ്യക്തിയോട് 2 പേർ ചെയ്ത 2 രീതികൾ. ഒരാൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ഒറ്റുകൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു.
യൂദ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് യൂദയ്ക്ക് ധനമോഹം കൂടുതലായിരുന്നു. ധനമോഹം അവന് കൂടുതലായി. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനപ്പുറമായി ധനമോഹം അവനെ എന്ത് ചെയ്തു? ഭരിച്ചു. ആ സ്ത്രീ ചെയ്ത പ്രവൃത്തി ലോകമെമ്പാടും വാഴ്ത്തിപ്പാടുമ്പോൾ, നല്ല പ്രവൃത്തിയായി വാഴ്ത്തിപ്പാടുമ്പോൾ, യൂദ ചെയ്ത പ്രവൃത്തിയും ഇന്ന് ലോകം ഓർക്കുന്നുണ്ട്. അത് മറക്കുവാനായി ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ലോകം അതിനെ കാണുന്നത്. വെറുക്കപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് ലോകം അതിനെ കാണുന്നത്. ആ സ്ത്രീ ചെയ്ത പ്രവൃത്തിയെ ലോകം വാഴ്ത്തിപ്പാടുമ്പോൾ, ലോകം നല്ലത് എന്ന് പറയുമ്പോൾ, യൂദ ചെയ്ത പ്രവൃത്തിയെ ലോകം വെറുപ്പോടുകൂടിയാണ് കാണുന്നത് എന്നതും ഈ മാർക്കോസിൻ്റെ സുവിശേഷം എടുത്തു പറയുന്നു. ഈ രണ്ട് സംഭവങ്ങളിലും നല്ലത് അല്ലെങ്കിൽ നന്മ എന്നൊരു വാക്കുണ്ട്. ഈ രണ്ട് സംഭവങ്ങളെയും, അല്ലെങ്കിൽ ഒന്ന് വെറുക്കപ്പെടേണ്ട സംഭവമാണ്, ഒന്ന് അഭിനന്ദിക്കപ്പെടേണ്ട സംഭവമാണ്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും നന്മ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ആ സ്ത്രീയുടെ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവരോട് പറയുന്നത്, നന്മ ചെയ്യുവാൻ യാചകർ അല്ലെങ്കിൽ ദരിദ്രർ നിങ്ങളുടെ എപ്പോഴും ഉണ്ടല്ലോ. ഇവിടെ യൂദയുടെ കാര്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുവാൻ ഒരു നല്ല അവസരത്തിനായി അവൻ കാത്തിരുന്നു എന്നുള്ളതാണ്. അപ്പം രണ്ടും നല്ലതാണ്. ഇവിടെ എന്ത് ചെയ്തു? യൂദയെ സംബന്ധിച്ചോളം ഒരു നല്ല അവസരം യൂദ എന്ത് ചെയ്തു? കാത്തിരുന്നു. മറ്റത് അവളുടെ പ്രവൃത്തി നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ അന്ത്യസമയത്ത് മറക്കാനാവാത്ത രണ്ട് സംഭവങ്ങൾ ഈ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? വിവരിക്കുന്നുണ്ട്. ഒന്ന്, ആ സുഗന്ധ തൈലം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദങ്ങളെ കഴുകിയതായ സ്ത്രീയുടെ ആ പ്രവൃത്തി മറക്കാനാവാത്തതാണ്. ലോകം സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം കാലം ആ സ്ത്രീയുടെ എന്ത് ചെയ്യും? സ്ത്രീയെക്കുറിച്ച് പ്രസംഗിക്കും. അവളുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അവൾ നല്ലത് ചെയ്തു എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തി. മറു സൈഡിൽ യൂദ നിൽക്കുന്നു. അതും ലോകം ഓർക്കുന്നുണ്ട്. മറക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ലോകം ഇന്ന് ഓർക്കുന്നു അതിനെ, അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയായിട്ട് ലോകം ഇന്നതിനെ സ്മരിക്കുന്നു. യൂദായുടെ പേര്, തിന്മ പ്രവൃത്തി ചെയ്ത യൂദായുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യസമയത്ത് അല്ലെങ്കിൽ ഏറ്റവും അവസാന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി മാർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യരും അതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ നൽകുവാൻ പിതാവ് തീരുമാനിക്കുമ്പോൾ ആ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗത്ത് ഒരു കൂട്ടം മനുഷ്യരും അതിൽ ഭാഗമാകുന്നു. ആ മനുഷ്യർ തീരുമാനിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ അവർ തക്കം പാർത്തിരിക്കുന്നു. അപ്പം ഇവിടെ മറക്കുവാനാവാത്ത രണ്ട് കാര്യങ്ങൾ ഈ വിശുദ്ധ അന്ത്യസമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒന്ന്, ലോകം ഇന്ന് വാഴ്ത്തിപ്പാടുന്നു, ലോകം ഇന്ന് സ്തുതിക്കുന്നു. മറ്റൊന്ന്, ലോകം ഇന്ന് മറക്കുവാനായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. നാം ഏതിനെയാണ് മുറുകെ പിടിക്കുന്നത്? നമുക്ക് ലോകം ഇന്ന് വാഴ്ത്തിപ്പാടുന്നതായ നന്മ പ്രവൃത്തിയെ നാം മുറുകെ പിടിക്കണം. നല്ലത് എന്ന് നമ്മൾ കാണുന്നതായ നന്മ പ്രവൃത്തിയെ നമുക്ക് മുറുകെ പിടിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? തൻ്റെ മകനെ കൊടുക്കുന്ന ദൈവ ഇഷ്ടം അതിൻ്റെ ഫലപ്രാപ്തി കണ്ടതുകൊണ്ട് മശിഹായെ നശിപ്പിക്കുവാനുള്ള മനുഷ്യൻ്റെ ഗൂഢാലോചന വാസ്തവത്തിൽ സുവിശേഷ കഥയുടെ ഭാഗമായി തീരുമെന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കും, അതിൻ്റെ ഭാഗമായി ഓരോ മനുഷ്യരും അതിൽ ഉൾപ്പെട്ടിരിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യസമയങ്ങളെക്കുറിച്ച്, കഷ്ടാനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഈ മറക്കുവാനാവാത്ത എന്ന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അന്ത്യ അത്താഴം, ഇതാണ് തിങ്കളാഴ്ച ഭാഗം. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? അത്താഴം കഴിക്കുവാൻ വേണ്ടി അവരോടൊരു പ്രത്യേക സ്ഥലം സജ്ജമാക്കുവാൻ വേണ്ടി പറയുന്നു. അവിടെ ഇന്ന് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? 12 ശിഷ്യന്മാരോടൊപ്പം, യൂദായോടൊപ്പം എന്ത് ചെയ്യുന്നു? അത്താഴം കഴിക്കുന്നു. അതൊരു വ്യാഴാഴ്ച വൈകുന്നേരമാകണം ആണ് എന്നാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. കാരണം മറ്റു രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് ബുധനാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയാണ്. ഇവിടെ ഈ അന്ത്യ അത്താഴം നടക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരത്താണ്. അപ്പോൾ നമുക്കറിയാം ഈ പെസഹ അത് എന്തിനെ കാണിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ മിസ്രൈം ദേശം വിട്ട് ദൈവത്തിൻ്റെ ഉടമ്പടി ജനമായി തീരുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ പെസഹ ആചരിക്കുന്നത്. എന്നാൽ അവിടെ പെസഹ ആചരിക്കുന്ന സമയത്ത് മോശ എന്ത് ചെയ്യും? യാഗങ്ങളുടെ രക്തം
തളിച്ചുകൊണ്ട് ജനത്തിൻ്റെ മേൽ യാഗങ്ങളുടെ രക്തം തളിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ചെയ്തത്, ഇവിടെ യാഗമൃഗമില്ല. യാഗമൃഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോശ ചെയ്തതുപോലെ യാഗമൃഗത്തിൻ്റെ രക്തമെടുത്ത് ഇസ്രായേൽ മക്കളുടെ പുറത്തേക്ക് അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്നവരുടെ പുറത്തേക്ക് തളിക്കേണ്ട ആവശ്യം വന്നില്ല. കർത്താവായ യേശുക്രിസ്തു ചെയ്തത്, കർത്താവായ യേശുക്രിസ്തുവാണ് യാഗമൃഗം. കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് അപ്പമെടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞത്, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. രണ്ടാമത് എന്ത് ചെയ്തു? അവർക്ക് മുന്തിരിച്ചാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ ഒഴുക്കിയ രക്തം, അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നും പറയുന്നു. അപ്പം പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായി കർത്താവായ യേശുക്രിസ്തു അവരുമായി അന്ത്യ അത്താഴം കഴിച്ചു. ഒരു പുതിയ മാതൃക കർത്താവായ യേശുക്രിസ്തു അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നാളിതുവരെ ഉണ്ടായിരുന്നതായ മാതൃകയ്ക്ക് ഒരു അന്ത്യം വരുത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവിടെ പുതിയ മാതൃക സൃഷ്ടിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നത്. വീഞ്ഞ് കൊടുത്തിട്ട് പറഞ്ഞു, അനേകർക്ക് വേണ്ടി ചൊരിയുവാനുള്ള എൻ്റെ രക്തം. ഇത് കൊടുത്ത് കഴിച്ച് അവർ ഈ അന്ത്യ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, എന്തു ചെയ്യും? സക്രിയാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ, വാൾ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന സക്രിയാവിൻ്റെ പ്രവചനം നിറവേറണം എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. വാൾ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. കർത്താവായ യേശുക്രിസ്തുവിന് എന്ത് ചെയ്യും? പിടിക്കപ്പെടും. കൂടെയുള്ളവർ എന്ത് ചെയ്യും? ഓടിപ്പോകും എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് മുൻപായി ഞാൻ ഗലീലയിലേക്ക് പോകും എന്ന് ഒരു പ്രത്യാശയും കൂടി അവർക്ക് കൊടുത്തു. ഈ അന്ത്യ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നത്, വാൾ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. ആടുകൾ ആരാണ്? നമ്മൾ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് വലിയ ഇടയൻ. ആ ഇടയനെ വെട്ടുന്ന സമയത്ത്, ഇടയനെ അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടുന്ന സമയത്ത് ആ ആടുകളൊക്കെയും ചിതറിപ്പോവും. കൂടെയുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം എപ്പോഴും നിൽക്കുമെന്ന് പറഞ്ഞതായ ശിഷ്യന്മാർ പോലും എന്ത് ചെയ്യും? ചിതറിപ്പോകുമെന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് തന്നെ പറയുന്നു. അവർ നിരാശപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് മുൻപ് ഞാൻ എന്ത് ചെയ്യും? ഗലീലയിൽ എത്തും എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന പത്രോസിന് വല്ലാത്ത ഹൃദയഭാരമുണ്ടായി. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം കാരാഗ്രഹവാസം അനുഭവിക്കാനും നിന്നോടൊപ്പം എന്തിനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇവരാരും ഇടറിപ്പോയാലും ഇവരാരും ഓടിപ്പോയാലും ഞാൻ എന്ത് ചെയ്യില്ല. ദൈവമേ, കർത്താവായ യേശുവേ, അങ്ങേ വിട്ട് ഞാൻ ഓടിപ്പോകില്ല എന്ന് പത്രോസ് എന്ത് ചെയ്തു? വളരെ ആവേശത്തോടു കൂടി കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു അവനോട് പറഞ്ഞു, ഞാൻ പിടിക്കപ്പെട്ടതിന് ശേഷം കോഴി 2 വട്ടം കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു. നോക്കൂ, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനോട് വളരെ ആവേശത്തോടു കൂടി പിന്നെ പത്രോസ് പറയുമ്പോഴും കർത്താവായ യേശുക്രിസ്തു അവനോട് വളരെ സൗമ്യമായി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ബന്ധനസ്ഥനാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇടയനെ പിടിക്കുമ്പോൾ കോഴി 2 വട്ടം കൂവുന്നതിന് മുൻപ് നീ 3 വട്ടം എന്തു ചെയ്യും? എന്നെ തള്ളിപ്പറയും. ഒരുപക്ഷെ പത്രോസിന് ആ വാക്കുകൾ വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകാം. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ലയോ, അല്ലെങ്കിൽ എൻ്റെ ആത്മാർത്ഥയെ ചോദ്യം എന്നൊക്കെ സാധാരണ ഒരു മനുഷ്യനുണ്ടാകാം. പക്ഷേ എല്ലാം അറിയുന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് സത്യമാണ് എന്ന് പിന്നീടുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നാം ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പത്രോസിൻ്റെ അനുഭവം നമ്മോട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. പലപ്പോഴും നമ്മൾ തീരുമാനമെടുക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നിൽക്കും, ഈ ത്യാഗം സഹിക്കും, എന്തു വന്നാലും, എന്തു പോരാട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായാലും ഞാൻ എൻ്റെ വിശ്വാസത്തെ ത്യജിക്കുകയില്ല, അല്ലെ ഞാൻ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കും, എന്നെ പഠിപ്പിച്ചതായ പൂർവികർ എന്നെ കൈപിടിച്ച് നടത്തിയതായ വഴിയിലൂടെ അല്ലാതെ ഞാൻ നടക്കുകയില്ല, ഞാൻ ആ വഴി വിട്ട് വ്യതിചലിക്കില്ല എന്നൊക്കെ തീരുമാനം നമ്മൾ പറയും. പക്ഷേ ഒരു ആത്മപരിശോധന നമുക്ക് നല്ലതാണ്. കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നടന്ന് അത്ഭുതങ്ങളുടെ സാക്ഷിയാകുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്ത പത്രോസ് പറഞ്ഞ വാക്ക് പത്രോസിന് പാലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എങ്കിൽ ഈ കഷ്ടതയുടെ നടുവിൽ ജീവിക്കുന്ന, പോരാട്ടത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന, വ്യാകുലതകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തോട് നാം ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നമുക്ക് നടത്തണം.
ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന ഓരോ ഉടമ്പടിയും അത് കണക്കുള്ളതാണ്, രേഖപ്പെടുത്തുന്നതാണ്. നാം അതിന് മറുപടി നൽകുവാൻ അല്ലെങ്കിൽ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടെ ഈ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് പത്രോസിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിലൂടെ നമ്മോടും പറയുന്നത് തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്നത് നിന്നില്ല, ചെയ്യുന്നില്ല. പത്രോസിനോട് അത് തന്നെയാണ് പറഞ്ഞത്. നീ ഇപ്പോൾ ആവേശത്തോടെ പറഞ്ഞല്ലോ, നീ എന്നെ ആര് വിട്ടുപോയാലും എന്നെ വിട്ടു, പക്ഷേ കോഴി 2 വട്ടം കൂവുന്നതിന് മുൻപ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പത്രോസിനോട് പക്ഷെ അത് കേട്ടപ്പോൾ വലിയ വേദന തോന്നിക്കാണും. പക്ഷേ പിന്നീട് ആ യാഥാർത്ഥ്യം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ വാക്ക് കർത്താവായ യേശുക്രിസ്തു പത്രോസ് പിന്നീട് ഓർക്കുന്നുണ്ട്. ഓർത്ത് പൊട്ടിക്കരയുന്നതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നാം പറയുന്ന ഓരോ ഉടമ്പടിയും, നാം വെക്കുന്ന ഓരോ ഉടമ്പടിയും അത് പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യസമയത്തുള്ളതായ ഓരോ വസ്തുതകളും ഓരോ കാര്യങ്ങളും മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. എത്രമാത്രം ഹൃദയവേദനയോടുകൂടിയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ അന്ത്യനിമിഷങ്ങൾ കടന്നു പോയത് എന്ന് നാം ഈ മാർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ മനസ്സിലാക്കണം. ഒപ്പം നമുക്കൊരു സന്ദേശം കൂടെ തരുന്നു. ദൈവത്തോട് നാം ചെയ്ത ഉടമ്പടികൾ അത് പാലിക്കുവാനുള്ളതാണ്. അത് ആവേശത്തിൻ്റെ പുറത്താകരുത്, മറിച്ച് നമ്മുടെ വിശ്വാസത്തിൽ ഊന്നിയുള്ളതായിരിക്കണം. നമ്മുടെ ഓരോ വാക്കുകളും നാം അതിന് കടപ്പെട്ടിരിക്കുന്നവരാണ്, അതിന് മറുപടി പറയേണ്ടവരാണ് എന്നുകൂടെ ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് ഗദശമനെ എന്നാണ് ആ ഭാഗത്തിൻ്റെ തലക്കെട്ട് പറയുന്നത്. ഇവിടെ അവർ പെസക കഴിച്ചതിന് ശേഷം കെദ്രോൻ താഴ്വരയിലൂടെ ഒലിവുമലയുടെ ചരിവിലെ ഒരു പൂന്തോട്ടത്തിലേക്ക് എത്തി. ഗദശമനെ, ആ ഗദശമനെ എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ ഓയിൽ പ്രസ് എന്നാണ്, അല്ലെങ്കിൽ എണ്ണ എടുക്കുന്ന ഒരു യന്ത്രം എന്നാണ് അർത്ഥമാക്കുന്നത്. അവിടെ റോമൻ പട്ടാളക്കാർ വന്ന ആ മരങ്ങൾ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവിടെ തന്നെയാണ് പോകുന്നത്, ഗദശമനയിൽ പോയി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യസമയത്ത് പിതാവിനോടൊപ്പം സമയം ചെലവഴിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു അവിടെ ചെന്നു. അവിടെ ബാക്കി ശിഷ്യന്മാരെ വിട്ടിട്ട് 3 പേരെ മാത്രം കർത്താവായ യേശുക്രിസ്തു തന്നോടൊപ്പം കൂട്ടി. അത് പത്രോസും യാക്കോബും യോഹന്നാനും. ബാക്കി ശിഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തി. ഈ 3 ശിഷ്യന്മാരെയും കൂടെ കൂട്ടിയതിന് ശേഷം കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കാനായി മുന്നോട്ട് പോകുകയാണ്. ഈ മുന്നോട്ട് പോയിട്ട് കർത്താവായ യേശുക്രിസ്തു വീണ്ടും അവരോട് പറയുകയാണ്, ഈ 3 പേരോട് പറയുക, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ കുറേ കൂടെ എന്ത് ചെയ്യും, മുന്നോട്ട് പോയി ഏകാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ ശിഷ്യന്മാരോടൊപ്പം വന്നു. ആ ശിഷ്യന്മാരിൽ പിന്നെ 3 പേരെ ഒഴികെ ബാക്കി എല്ലാവരുടെയും ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3 പേരെ കൊണ്ടുപോയി ആ 3 പേരോട് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ, ഞാൻ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ദൂരോട്ട് ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കാം. അത് എന്ത് പ്രതിദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു ഏകനാകും എന്നുള്ളതാണ്, ഒറ്റപ്പെട്ടു പോകും എന്നുള്ളതാണ്, കൂടെ ആരും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ബാക്കി എല്ലാവർക്കും ഒരു അകലങ്ങളുണ്ട്. ശിഷ്യന്മാരിവിടെയുണ്ട്, ഏറ്റവും അടുത്ത ശിഷ്യന്മാർ കുറച്ചുകൂടെ അടുത്താണ്, യേശുക്രിസ്തു ഒറ്റയ്ക്കാണ്. അപ്പോൾ കഷ്ടാനുഭവത്തിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുമ്പോൾ, അവസാന ഭാഗത്തെത്തുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒറ്റയ്ക്കാണ് എന്ന് നമുക്ക് മുന്നമേ കാണിച്ചു തരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു കർത്താവായ യേശുക്രിസ്തു അവിടെ ചെയ്തത്. കർത്താവായ യേശുക്രിസ്തു അവിടെ ചെന്നു. കർത്താവായ യേശുക്രിസ്തു അവിടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന നമ്മൾ നേരത്തെ വായിച്ച് കേട്ടതായ പിന്നെ മനപ്പാഠവാക്യത്തിലാണ്. അബ്ബാ പിതാവേ, അങ്ങേക്ക് കഴിയും ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കാൻ. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉത്തമ വിശ്വാസമാണ്. പിതാവിന് കഴിയും. അതികഠിനമായ വേദനയുടെ അവസ്ഥയിലൂടെ കർത്താവായ യേശുക്രിസ്തു ഈ അവസരം കടന്നു പോകുന്നത്. ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ദൗത്യവുമായി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് മരണത്തോട് അടുക്കുന്ന സമയത്ത് മനുഷ്യൻ എന്ന നിലയിൽ അതികഠിനമായ ഹൃദയവേദന കർത്താവായ യേശുക്രിസ്തുവിന് ഉണ്ടാകുന്നു. ആ അവസരത്തിൽ കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, അങ്ങേക്ക് കഴിയും അബ്ബാ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങേക്ക് കഴിയും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കുവാൻ, ഈ വേദനയുടെ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കുവാൻ അങ്ങേ കഴിയും. പക്ഷേ അതിനേക്കാളും പ്രസക്തമായത് തൊട്ടടുത്ത വാക്യമാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ. നമ്മെ പഠിപ്പിച്ചതായ ആ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിലും ഈ ഒരു വാക്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, അങ്ങേക്ക് കഴിയുമിത്, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കുവാൻ അങ്ങേക്ക് കഴിയും. പക്ഷേ അനുസരണയുള്ള ഒരു മകൻ്റെ ഒരു വേദന നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അവിടെ കേൾക്കുന്നത്. രണ്ടാമത് കേൾക്കുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം
പോലെയാകട്ടെ എന്നുള്ളതാണ്. പക്ഷേ നാം കാണുന്നത്, പിന്നീടുള്ള ചരിത്രം നാം കാണുമ്പോൾ, സംഭവം നാം കാണുമ്പോൾ, ആ വേദന നിറഞ്ഞ ആ പുത്രൻ്റെ പ്രാർത്ഥന പിതാവ് കൈക്കൊണ്ടില്ല. ആ പുത്രൻ പറഞ്ഞതുപോലെ ആ പാനപാത്രം നീക്കുവാൻ ദൈവം അവിടെ തയ്യാറായില്ല. കാരണം ഈ ലോകത്തെ രക്ഷിക്കുവാൻ തൻ്റെ പുത്രൻ തയ്യാറായത് കാരണം ഈ കഷ്ടാനുഭവത്തിലൂടെ തന്നെ പോകണം. കാരണം പിതാവ്, നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നതല്ലേ, ഗോഡ് സോ ലവ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. പിതാവ് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചൊരു പിതാവായതുകൊണ്ട് ആ പുത്രൻ അവസാനമായി തൻ്റെ പിതാവിനോട് അപേക്ഷിച്ചതായ ആ അപേക്ഷ പിതാവ് കൈക്കൊണ്ടില്ല എന്നാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. കാരണം നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവ് തീരുമാനിച്ചിരിക്കുന്നു. തൻ്റെ പുത്രനെ ബലിയായി അല്ലെങ്കിൽ യാഗമായി, ഒരു വലിയ യാഗമായി നൽകിക്കൊണ്ട് ഈ ലോകത്തെ പാപത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെ പാപത്തിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി പിതാവ് തീരുമാനിച്ചത് കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ അവസാനത്തെ പ്രാർത്ഥന പിതാവ് കൈക്കൊണ്ടില്ല. വളരെ പ്രസക്തമായി നാം കാണുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ ആകട്ടെ. അത് പിതാവ് ആ ഒരു വാക്യം എന്ത് ചെയ്തു? കേട്ടു. ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ നിറവേറി. പുത്രൻ്റെ ഇഷ്ടമല്ല അവിടെ നിറവേറിയത്, പിതാവായ ദൈവത്തിൻ്റെ തീരുമാനം. പുത്രൻ ആഗ്രഹിച്ചതുമല്ല. പുത്രൻ പറഞ്ഞത് ഈ വേദന എന്നിൽ നിന്ന് മാറ്റണം, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കാൻ അങ്ങേക്ക് കഴിയും, പക്ഷേ ഇത് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. ഈ അവസാന സമയത്തും ആ വേദനയുടെ മരണമടുത്തു എന്ന ഒരു വേദന, ഒറ്റപ്പെടലിൻ്റെ ഒരു വേദനയുടെ ആ സമയത്തും തന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നുള്ളവർ, തൻ്റെ ആശ്വാസത്തിനായി ഉണ്ടായിരിക്കണമെന്നുള്ളവർ ഉണ്ടോ എന്ന് കർത്താവായ യേശുക്രിസ്തു വന്നു നോക്കുമ്പോൾ, ഞാൻ അങ്ങയോടൊപ്പം കാരാഗ്രഹത്തിൽ വരാം, ഏത് കാരാഗ്രഹത്തിൽ നിന്ന് കഴിയാൻ തയ്യാറായി എന്ന് പറഞ്ഞ പത്രോസും യോഹന്നാനും മറ്റ് യാക്കോബും എന്ത് ചെയ്യുന്നു? കിടന്നുറങ്ങുന്നു. കർത്താവായ യേശു അവർ തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. വീണ്ടും പോയി പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങുന്നു. അവസാന സമയത്തെ അഭിമുഖീകരിക്കാൻ, സ്വീകരിക്കുവാൻ കർത്താവ് തയ്യാറായിരുന്നു എങ്കിലും ഈ 3 പേരും തയ്യാറായിരുന്നില്ല, ബാക്കി ശിഷ്യന്മാരും തയ്യാറായിരുന്നില്ല. പക്ഷേ കർത്താവ് തൻ്റെ അവസാനത്തെ അഭിമുഖീകരിക്കുവാൻ, ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി കർത്താവായ യേശുക്രിസ്തു ഒരുങ്ങിയിരുന്നു. എന്നാൽ ശിഷ്യന്മാർ ഒരുക്കം അല്ലായിരുന്നു എന്നാണ് വിശുദ്ധ വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴൊക്കെയും ഇവരെല്ലാം സുഖമുറക്കമാണ്. കർത്താവായ യേശുക്രിസ്തു കണ്ണുനീരോടുകൂടി തൻ്റെ പിതാവിനോട് അപേക്ഷിച്ചിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്നോടൊപ്പം, എൻ്റെ ആശ്വാസത്തിനായി, എന്നോടൊപ്പം ഈ കഷ്ടതയിൽ പങ്കുചേരുവാനായി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ 3 പേരും വീണ്ടും ഉറക്കമാണ്. കർത്താവ് യേശുക്രിസ്തു തട്ടി ഉണർത്തി. അങ്ങനെ 3 പ്രാവശ്യവും തട്ടി ഉണർത്തി. ഇവിടെ വിശുദ്ധ വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, ആ അന്ത്യമായ ആ വലിയ യാഗത്തെ സ്വീകരിക്കുവാൻ കർത്താവ് ഒരുക്കമായിരുന്നു എങ്കിലും ഈ ശിഷ്യന്മാർ അതിന് ഒരുക്കമായിരുന്നില്ല. നാം നമ്മുടെ ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കണം. നാം നമ്മുടെ ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി എപ്പോഴും തയ്യാറുള്ളവരായിരിക്കണം എന്നാണ് ഈ ചൊവ്വാഴ്ച ഭാഗം നമ്മെ, ഗതസമന എന്ന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു അനുസരണയുള്ള മകനായി നമ്മളവിടെ കാണുന്നു, അനുസരണയുള്ള പുത്രനായി നമ്മളെ കാണുന്നു. പിതാവിൻ്റെ ആ കഴിവിൽ ഉത്തമ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എങ്കിലും അങ്ങേക്കിത് കഴിയുമെന്ന് തീർത്തും പറയുമ്പോൾ, അല്ലെങ്കിൽ അസന്നിഗ്ധമായി പറയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ കഴിവിലുള്ള വിശ്വാസം അവിടെ കാണുന്നു. പക്ഷേ അടുത്ത വാക്യം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പറയുന്നു. അനുസരണയുള്ള ഒരു മകനായി ഈ ലോകത്തിൻ്റെ നമ്മുടെയൊക്കെ പാപങ്ങളെ വഹിച്ചുകൊണ്ടൊരു മഹായാഗമായി തീർന്ന ആ ദൈവത്തെ സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് ഈ ചൊവ്വാഴ്ച ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബുധനാഴ്ച ഭാഗം പറയുന്നത്, യേശുവിൽ നിന്ന് ഓടിപ്പോകുവാൻ എല്ലാം ഉപേക്ഷിച്ചു. നാം മുമ്പ് കേട്ടിട്ടുള്ളത്, യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ അപ്പനെയും അമ്മയും ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിച്ച് വരുവാൻ വേണ്ടി കർത്താവ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ഇവിടെ യേശുവിൽ നിന്നും ഓടിപ്പോകുവാൻ എല്ലാം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തു? ഒറ്റ കൊടുക്കുന്ന രംഗം പറയുന്നുണ്ട്. യൂദ കർത്താവ് യേശു ക്രിസ്തുവിനെ ചുംബിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മത നേതാക്കന്മാർ കർത്താവ് യേശു ക്രിസ്തുവിനെ പിടിക്കുന്നു. സിസ്റ്റർ വൈറ്റ് പറയുന്നത്, യൂദ അത്ര എപ്പോഴും ഇങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ള മനുഷ്യനായിരുന്നില്ല എന്നാണ് സിസ്റ്റർ വൈറ്റ് പറയുന്നത്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതിനേക്കാളും യൂദ ധനത്തെ സ്നേഹിച്ചു.
അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ധനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായി. രണ്ടാമത്തെ വിഷയം, കർത്താവായ യേശുക്രിസ്തുവിനെ യൂദ കാണിച്ചു കൊടുക്കുന്നത് അതാണ് ശത്രു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടല്ല, ഒരു സ്നേഹചുംബനത്തിലൂടെയാണ്. ഏറ്റവും മിത്രം എന്ന രീതിയിൽ ശിഷ്യന്മാർ നോക്കുമ്പോൾ യൂദ എന്ത് ചെയ്യുന്നു? കർത്താവായ യേശുക്രിസ്തു, ശിഷ്യന്മാരും മറ്റുള്ള വ്യക്തികളിൽ നോക്കുമ്പോൾ യൂദ കർത്താവായ യേശുക്രിസ്തുവിനെ ചെന്ന് ചുംബിക്കുന്നു. സ്വാഭാവികമായും ചുംബിക്കുക എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ പ്രകടനമാണ്. പക്ഷേ യൂദ എന്തായിരുന്നു ചെയ്തത്? മത നേതാക്കന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി തക്കം പാർത്തിരുന്ന വ്യക്തികളും പറഞ്ഞത്, ഞാൻ ആരെയാണ് ചുംബിക്കുന്നത് അവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിടിക്കാമെന്ന കരാറുണ്ടാക്കിയതിന് ശേഷമാണ് യൂദ ദൈവത്തെ, കർത്താവായ യേശുവിനെ ചുംബിക്കുന്നത്. അപ്പോൾ അതൊരു സ്നേഹചുംബനമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ആവരണമിട്ട ഒരു വലിയ ചതിയായിരുന്നു അത്. ഒറ്റുകൊടുക്കലായിരുന്നു അത്. ഞാൻ ആരെയാണ് ചുംബിക്കുന്നത്? ചുംബനം ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. സ്നേഹമുള്ളവരെ എന്ത് ചെയ്യുള്ളൂ? ചുംബിക്കുകയുള്ളൂ. ആ ചുംബനത്തിലൂടെ അവൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ ഗുരുവിനെ സ്നേഹിക്കുന്നു. പക്ഷേ അവൻ അതൊരു മറയായിട്ട് കണ്ടുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുകയായിരുന്നു ചെയ്തത്. അവർ വന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ പിടിച്ചു. കർത്താവ് യേശുക്രിസ്തു അവരോട് ചോദിച്ചത്, ഞാൻ ഈ നിമിഷം വരെയും നിങ്ങളുടെ ഇടയിൽ പരസ്യമായി തന്നെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ അന്നൊന്നും എന്നെ എന്ത് ചെയ്തില്ല? പിടിച്ചില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നെ രഹസ്യമായി പിടിക്കുവാൻ വന്നു. അത് തിരുവെഴുത്തിൻ്റെ ഒരു നിറവേറലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇന്നലെയും മെനിഞ്ഞാന്ന് അല്ലെങ്കിൽ മുൻപുള്ള ദിവസങ്ങളിൽ പിടിക്കാമായിരുന്നു. നിങ്ങളതിന് പിടിക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം അനുവദിച്ചില്ല. കാരണം തിരുവെഴുത്തുകൾ നിറവേറപ്പെടണം. ദൈവം നമുക്ക് തിരുവെഴുത്തുകൾ നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും നിറവേറണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നെ പരസ്യമായി നിങ്ങൾക്ക് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളെന്നെ രഹസ്യമായി പിടിച്ചിരിക്കുന്നു. അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ നിറവേറലാണ്. ഇവിടെ മനുഷ്യർ കൊല്ലുവാൻ തീരുമാനിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് അതും നടപ്പിലായത് എന്ന് നമ്മൾ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചതറിഞ്ഞ് ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. ആരുമില്ല. നേരത്തെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിപ്പോയി. ഇവിടെ പറയുന്നത്, അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു യുവാവ് അനുഗമിച്ചു, ദൂരെ അനുഗമിച്ചു എന്ന് പറഞ്ഞു. അവനൊന്നുമില്ലായിരുന്നു, ഒരു പുതപ്പ് മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. അവനോട് ആൾക്കാർ തിരിഞ്ഞു നോക്കി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ പുതപ്പ് അവിടെ എറിഞ്ഞിട്ട് നഗ്നനായി അവൻ ഓടി. ഒന്നുമില്ലാത്തവനായി ഓടി, ഒരു വസ്ത്രം പോലും ഇല്ലാത്തവനായി ഓടി. അത് മർക്കോസ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ യുവാവിനെ മർക്കോസ് എന്നാണ് ബൈബിൾ ചരിത്രകാരന്മാർ പറയുന്നത്. എന്ത് ചെയ്തു? ഒന്നുമില്ലാത്തവനായി ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കർത്താവായ യേശുവിൽ നിന്ന് അവൻ ഓടിക്കളഞ്ഞു. അത് വരുന്നു നോക്കിയേ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ പാപ വഴികളൊക്കെ വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം, അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? യവനുള്ള കർത്താവ് യേശുവിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി യവനെ ഉള്ളതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു. യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടിയാണ് നമ്മുടെ പാപഭംഗിലമായ ജീവിതം ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ പറയുന്നത്. പക്ഷേ ഇവിടെ യേശുവിൽ നിന്നും യേശുവിൻ്റെ അടുത്ത് നിന്നും ഓടിപ്പോകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു? ഉള്ളതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു. നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ദുശീലത്തിന് അടിമയാണോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തോടൊപ്പം നടക്കുന്നു, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മളിൽ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? ദൈവത്തെക്കാൾ അധികമായി, ദൈവസ്നേഹത്തെക്കാൾ അധികമായി നാം വിലമതിക്കുന്ന ഏതെങ്കിലും ദുശീലങ്ങൾ നമ്മുടെ ഇടയിലുണ്ടോ? യൂദായ്ക്കുണ്ടായിരുന്ന പോലെ ധനത്തോടുള്ള അതിയായ ഭ്രമം യൂദായെ ദൈവസ്നേഹത്തിൻ്റെ മുകളിൽ ആ ധനത്തോടുള്ള ഭ്രമം വെക്കുവാൻ വേണ്ടി യൂദയെ പ്രേരിപ്പിച്ചു. അതായിരുന്നു യൂദയുടെയും അന്ത്യം. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന നാം ദൈവത്തേക്കാൾ അധികമായി ഏതെങ്കിലും ദുശീലത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ അത് മാറ്റണം എന്നാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ദുശീലം നമ്മെ നശിപ്പിക്കും. നാം എത്ര തന്നെ ദൈവത്തിൻ്റെ അടുത്ത് ഇടപഴകുന്നവരെന്ന് പറഞ്ഞാലും ആ ദുശീലം നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ, ആ ദുശീലം എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം നടക്കുന്നുവെങ്കിൽ, എൻ്റെ തോളോട് തോൾ ചേർന്ന് എന്നോടൊപ്പം നടക്കുന്നുവെങ്കിൽ, ആ ദുശീലത്തെ മാറ്റിയില്ല എങ്കിൽ നമുക്ക് രക്ഷാപദ്ധതിയിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കുകയില്ല. യൂദയുടെ ജീവിതം അതാണ് കാണിക്കുന്നത്. ശപിക്കപ്പെട്ടവനായി യൂദ ഇന്നും അറിയപ്പെടുന്നതിൻ്റെ കാരണം ഒരു ദുശീലം യൂദയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, യൂദയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവൻ ദൈവത്തോടൊപ്പം പാനപാത്രം അവൻ അത്താഴത്തിൽ പങ്കെടുക്കുമ്പോഴും കാലുകൾ കഴുകുമ്പോഴും കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും അവൻ അപ്പവും വീഞ്ഞും വാങ്ങി ഭക്ഷിക്കുമ്പോഴും ആ ദുശീലം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ദുശീലം ഉണ്ട് എങ്കിൽ അത് മാറ്റിത്തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്
ദൈവത്തോട് സമർപ്പിച്ചുകൊണ്ട് ആ ദുശീലം മാറ്റി ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, എല്ലാം ഇട്ടെറിഞ്ഞ് ദൈവത്തെങ്കിൽ നിന്ന് ഓടിപ്പോകുന്നവരല്ല, മറിച്ച് എല്ലാം ഇട്ടെറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്നവരായി തീരുവാൻ നമ്മെ സഹായിക്കട്ടെ. അതാണ് ഈ പാഠഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. വേഴ്സ ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരാണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ ആരാണ്? കർത്താവ് യേശുക്രിസ്തുവിനെ പിടിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ന്യായവിസ്താര സഭയിൽ വെച്ച് ചോദ്യമാണ്, നിങ്ങൾ ആരാണ്? എന്ത് ചെയ്തു? മഹാപുരോഹിതൻ എല്ലാവരും ചോദിക്കും നിങ്ങൾ ആരാണെന്ന്. കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തില്ല? അതിനൊന്നും മറുപടി. കാരണം കർത്താവ് യേശുക്രിസ്തുവിനെതിരെ വ്യാജമായ സാക്ഷിമൊഴികൾ എങ്ങനെയും കുറ്റക്കാരനാണ് എന്ന് വിധിക്കണം. അതിനുവേണ്ടി ചെയ്യാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവദൂഷണം പറഞ്ഞു, ദൈവനിന്ദ ചെയ്തു എന്ന് പറഞ്ഞ് വ്യാജ സാക്ഷിമൊഴികൾ കൊണ്ട് ആ കോടതി മുറി മൊത്തവും എന്ത് ചെയ്തു? നിറഞ്ഞിരുന്നു. കർത്താവ് യേശുക്രിസ്തു അതിനൊന്നും മറുപടി. അവസാനം മഹാപുരോഹിതൻ എഴുന്നേറ്റ് ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? കർത്താവ് യേശുക്രിസ്തു മറുപടി പറഞ്ഞത് അതെ എന്ന് പറഞ്ഞു. അത് മാത്രവുമല്ല, കർത്താവ് യേശുക്രിസ്തു എന്ത് പറഞ്ഞു? മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്നുകൂടെ പറഞ്ഞു. ഇത് കേട്ട മഹാപുരോഹിതൻ എന്ത് ചെയ്തു? വസ്ത്രം വലിച്ചു കീറി അവൻ ദൈവനിന്ദ പറഞ്ഞിരിക്കുന്നു, ശിക്ഷാവിധിയും പ്രഖ്യാപിച്ചു. ഉടനെ അവരെന്ത് ചെയ്തു? ശിക്ഷ നടപ്പിലാക്കുവാനും തുടങ്ങി. നീ ആരാണ് എന്ന ചോദ്യത്തിന് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായ ഉത്തരം അവിടെ കൊടുത്തപ്പോൾ, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് സ്വയം സാക്ഷീകരിച്ചപ്പോൾ പുറത്ത് മറ്റൊരു വിചാരണ നടക്കുകയായിരുന്നു. പത്രോസിനോട് ചോദിച്ചു. തൊട്ടു മുമ്പ് പത്രോസ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിന്നെ ആരൊക്കെ വിട്ടുപോയെന്ന് പറഞ്ഞാലും, നിന്നെ ആരൊക്കെ പിടിച്ച് ഞാൻ എവിടെ വേണോ നിന്നോടൊപ്പം വരും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകുകയില്ല എന്ന് പറഞ്ഞു. അകത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്യുമ്പോൾ പുറത്ത് പത്രോസിനോട് ചോദിക്കുന്നുണ്ടോ, നീയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള അല്ലേ എന്ന് ചോദിക്കുന്നു. നീ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു വേർഷനാണ്, നീയും ആ നസറേൻ്റെ കൂട്ടത്ത് ഉണ്ടായിരുന്നവനല്ലേ? പത്രോസ് അവിടെ പറയുന്നത് അല്ല, ഞാൻ അറിയില്ല എന്നാണ്. ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ എന്ന് ഏറ്റവും ധൈര്യത്തോടുകൂടി ആ സമൂഹത്തിന് മുൻപാകെ വിളിച്ചു പറയുമ്പോൾ, മറുഭാഗത്ത് പറയുന്നത് ഞാൻ അതിൻ്റെ ഭാഗമല്ല എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് മരിക്കാൻ തയ്യാറായ പത്രോസ്, കർത്താവായ യേശുക്രിസ്തുവിനോട് കാരാഗ്രഹവാസം ചെയ്യാൻ വേണ്ടി പോയ പത്രോസ്, കർത്താവായ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്ന പടയാളിയുടെ ചെവി അറുത്തുമാറ്റിയത് എന്ന് പറയപ്പെടുന്ന പത്രോസ്, ആ പത്രോസാണ് ഇവിടെ പുറത്ത് കർത്താവായ യേശുക്രിസ്തുവിനകത്ത് അവിടെ അവർ ന്യായം വിധിക്കുമ്പോൾ പുറത്ത് പറയുന്നത് എനിക്ക് ഇയാളെ അറിയേയില്ല എന്നാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ പത്രോസിൻ്റെ കണ്ണുകളുമായി ഉടക്കി എന്ന് സിസ്റ്റർ വൈറ്റ് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൗമ്യവും തീക്ഷ്ണവുമായ നോട്ടം പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു കയറി, അത് ഹൃദയത്തിലേക്ക് തുറച്ചു കയറി എന്ന് സിസ്റ്റർ വൈറ്റ് പറയുന്നു. ആ നോട്ടം ബാഹ്യമായ കണ്ണുകളിലേക്കായിരുന്നില്ല, മറിച്ച് പത്രോസിൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ചോദിക്കാതെ ചോദിച്ചൊരു ചോദ്യം നീ ആരാണ് എന്നുള്ളതാണ്. കോഴി 2 വട്ടം കൂകി, പത്രോസ് 3 വട്ടം കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവനിൽ കുറ്റബോധം വല്ലാതെ വളർന്നു കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഒന്നും പത്രോസിന് മിണ്ടുന്നില്ല. പക്ഷേ ആ നോട്ടത്തിലൂടെ പത്രോസ് എല്ലാം മനസ്സിലാക്കി. ഞാൻ അല്പം മുമ്പ് ആവേശഭരിതനായി ഞാൻ പറഞ്ഞിരുന്നതാണ്, ഈ നിൽക്കുന്ന മനുഷ്യനോടൊപ്പം ഞാൻ ഏത് കാരാഗ്രഹത്തിലേക്കും പോകുമെന്ന്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന ആ മനസ്താപം കാരണം അവൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അവൻ പൊട്ടിക്കരഞ്ഞു എന്നാണ്. പത്രോസ് പറഞ്ഞ വാക്ക്, നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് പത്രോസിന് ശരിയായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിന് അവിടെ ശരിയായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞു. മണിക്കൂറുകൾക്ക് മുൻപാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, തള്ളിപ്പറയുകയില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ആ മുറിയിൽ നിന്ന് കോടതി മുന്നിൽ ഇറങ്ങി വന്നപ്പോൾ
ഒരമ്പ് പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നോട്ടം ഒരമ്പ് പോലെ പത്രോസിൻ്റെ ഹൃദയത്തിൽ തറച്ചതായി സിസ്റ്റർ വൈറ്റ് പറയുന്നു. പത്രോസിൻ്റെ കുറ്റബോധം അവനെ ഉണർത്തി, അവൻ്റെ മനസാക്ഷി അവനെ ഉണർന്നു. അവൻ്റെ ഓരോ ഓർമ്മ സജീവമായി. അവൻ എന്താണ് ഓർത്തത്? ഇന്നലെ മണിക്കൂറുകൾക്ക് മുൻപ് ഞാൻ ഈ മനുഷ്യനോടൊപ്പം മരിക്കുമെന്നും ഈ മനുഷ്യനോടൊപ്പം കാരാഗൃഹത്തിൽ പോകുമെന്നും ആവേശത്തോടു കൂടി പറഞ്ഞതാണ്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന ഒരു ഓർമ്മ, ഒരു കുറ്റപ്പെടുത്തൽ പത്രോസിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഹൃദയം നുറുങ്ങിയവനായി, ഹൃദയം തകർന്നവനായി പത്രോസോടെ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ കഴിയുന്നുണ്ടോ? അകത്ത് വിചാരണ നേരിടുന്ന കർത്താവായ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി അതെ എന്ന് പറയുമ്പോൾ, പുറത്ത് നാം ആ നിൽക്കുന്ന അകത്തെനിക്ക് വേണ്ടി വാദിക്കുന്നതായ, എനിക്ക് വേണ്ടി സാക്ഷി പറയുന്നതായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിയാണ്, യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള വ്യക്തിയാണ് ഞാനെന്ന് പറയുവാൻ നാം ഓരോരുത്തരും ധൈര്യം കാണിക്കുന്നുണ്ടോ? നമുക്കതിന് കഴിയുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം. അതോ പത്രോസിനെ പോലെ ഞാൻ അറിയുന്നില്ല? മൂന്നാമതും പത്രോസിനോട് ചോദിച്ചപ്പോൾ ആ ചോദ്യകർത്താവിനോട് പത്രോസ് എന്തൊക്കെ പ്രാഗിക്കൊണ്ടാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ഇവിടുത്തുകാരനല്ലെന്നാണ് പറഞ്ഞത്. നോക്കൂ, നാം ദൈവത്തോട് പറയുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ നാം എന്താണ് ദൈവത്തിന് പകരമായി കൊടുക്കുന്നത്? നാം ദൈവത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പക്ഷത്തെപ്പോഴും ചേർന്ന് നിൽക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ, സമൂഹത്തിൻ്റെ മുൻപിൽ നാം അവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? നാം ദൈവത്തെ എങ്ങനെയാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ദൈവത്തെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ? അതോ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ? പത്രോസിനെ പോലെ എനിക്കറിയില്ല എന്നാണോ നാം പറയുന്നത്? പലപ്പോഴും നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണോ, ക്രിസ്ത്യാനിയാണോ എന്ന്. എത്ര പേർക്ക് പറയുവാൻ കഴിയും നമുക്ക്, ഞാൻ എൻ്റെ ദൈവത്തെ സ്വീകരിച്ചവനാണ്, എൻ്റെ ദൈവത്തിൻ്റെ മുദ്ര ഏറ്റവനാണ് എന്ന് നമുക്ക് എത്ര പേർക്ക് സമൂഹത്തോട് വിളിച്ചു പറയുവാൻ കഴിയും? അതിന് കഴിയണം എന്നാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പത്രോസ് പൊട്ടിക്കരഞ്ഞതുപോലെ നമുക്ക് കരയുവാനൊരവസരമുണ്ടാകരുത്. ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുവാനൊരവസരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു, ഒരു തെറ്റും ചെയ്യാത്ത പാപരഹിതനായ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ഒരു വലിയ യാഗമായി തീർന്നത്. അതുകൊണ്ട് ആ ദൈവത്തെ സാക്ഷീകരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും വലിയ ദൗത്യവുമാണത്. ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. ക്രിസ്തുവിൻ്റെ നോട്ടം നമ്മളിൽ ഏൽക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിൽ തുളച്ചു കയറുന്ന ഒരു അമ്പായി തീരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കുവാനുള്ളത്. കാരണം കർത്താവ് യേശുക്രിസ്തു നമ്മെ നോക്കുമ്പോൾ സ്നേഹത്തോടു കൂടിയുള്ള നോട്ടമായി നമുക്ക് തീരുവാനും, കർത്താവ് യേശുക്രിസ്തു വേഗം വരുമ്പോൾ നമ്മളും ആ രാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാനുമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരും, ഇത് പറയുന്ന ഞാനും, ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരും എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പാഠഭാഗം ശ്രവിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത് നമ്മെ പ്രാപ്തനാക്കിയ ദൈവത്തിന് ഇതിൻ്റെ മാനവും മഹത്വവും നൽകുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അങ്ങ് കർത്താവെ നടത്തുന്ന ഓരോ അത്ഭുതവും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങൾ ഉറങ്ങുന്നതും ഞങ്ങൾ എഴുന്നേൽക്കുന്നതും ഒരു വലിയ അത്ഭുതമാണ് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ. ആ കൃപ ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളെ കാണുന്നതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവമേ. ഈ പാഠഭാഗത്തെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അയച്ചു. എല്ലാ കഷ്ടതകളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്കായി മരിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ആ ഓർമ്മ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ ഭാഗത്ത് ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കാൻ വേണ്ടി അവർ ചിലവഴിച്ച സമയം കർത്താവെ അവരുടെ ജീവിതത്തിൽ നഷ്ടത്തിൻ്റെ സമയമല്ല, മറിച്ച് അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കാൻ അവരുടെ മാത്രമല്ല കർത്താവെ, അവരുടെ കുടുംബങ്ങളുടെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും അവരുടെ വ്യാപാര മേഖലകളുടെയും അവരുടെ ജോലി മേഖലകളൊക്കെ തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ അന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ കർത്താവെ അങ്ങയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് കൊടുത്തതായ അറിവിന്
കൂടുതലായി അവർ പ്രവർത്തിക്കുവാനും അവരുടെ താലന്തുകൾ കൂടുതലായി വളരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായും പ്രാർത്ഥനയാലും മറ്റു കാര്യങ്ങളാലും ഇതിനെ സഹായിക്കുന്ന ഓരോ വ്യക്തികളെയും ദൂരത്തും ചാരത്തുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ചിലവഴിക്കുന്ന ഓരോ കർത്താവ് സമയവും ഓരോ ധനവും ദൈവമേ അവരുടെ മക്കൾക്കും തലമുറകൾക്കും വേണ്ടി തിരികെ ലഭിക്കുവാൻ വേണ്ടി ദൈവം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനും ഇതിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിനെ സ്തുതിക്കുന്നു. നൽകിയ താലന്തുകൾ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൂടുതലായി അടിയനെ അവിടുന്ന് പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഹങ്കരിച്ചു പോകാനും നിഗളിച്ചു പോകാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും കൊണ്ട് നിറയ്ക്കണം. എല്ലാ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.